പാളി ഗൈസ്. സഡൻലി ഒരു പ്രശ്നം വരുമ്പോ കുറച്ച് ഡള്ളാവുമെങ്കിലും പക്ഷെ ട്രിപ്പ് ബാക്ക് ടു ട്രിപ്പ് മൂഡ് വരെ നമ്മുടെ ജീനയുടെ ഫേസിൽ ഒരു ഡള്ള് കണ്ട മൊത്തം ട്രിപ്പ് ഉണ്ടാവും. ഞങ്ങളെ കാണാൻ പോലും ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. പക്ഷെ നമ്മള് പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മള് വൺ എക്സ്പെക്ടേഷനില് നന്ദി ഹിൽസ് പോവുമായിരുന്നു. ചെറുതായിട്ട് വണ്ടിക്ക് ഒരു പണി കിട്ടി. എന്നാലും അപ്പൊ ഇവിടെ ഒരു നമ്മള് വണ്ടി സൈഡാക്കിയിട്ട് ഹൈവേയിലാണ്. അപ്പൊ വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ എന്തായിരിക്കാം വീണലോകം വിഷ്ണു ലോകം എന്ന് പറഞ്ഞ അവസ്ഥയില് ഫുള്ള് ഫോട്ടോസ് എടുത്തു. 2 മണിക്കൂർ ഇവിടെ നിന്നാൽ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ആരും വന്നിട്ടില്ല മെക്കാനിക്സ്. അപ്പൊ നമ്മളിവിടെ ഞങ്ങളിങ്ങനെ ചിൽ ചെയ്തോണ്ടിരിക്കാണ് അല്ലെ. എല്ലാരും ഉണ്ട്. ഇവിടെ കുറെ പേരെ ട്രൈ ചെയ്തു. മോർണിംഗ് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 6:30 ആയിട്ടുണ്ടാവും. 6:30 ആയിട്ടുണ്ടാവും. ലേറ്റ് ആയി. അപ്പൊ 6:15 ആയി. ആരും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. എടുത്തവരൊക്കെ വരാൻ പറ്റില്ല ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഒരു ഇതുപോലെ നമ്മളോട് നമ്മുടെ ഷെക്കിൽ പ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ജസ്റ്റ് ഒന്ന് വിളിക്കാന്. ആദ്യത്തിനാണ് വിളിച്ചപ്പോ അതിന് സൊല്യൂഷൻ കണ്ടെത്തി. റെഡി ആവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം നന്ദി ഹിൽസ് പോകാനായിരുന്നു പ്ലാൻ. നന്ദി ഹിൽസിന്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോ സൺറൈസ് വ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇൻഷാല്ലാ നന്ദി ഹിൽസ് പോയിട്ട് എന്തായാലും അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ടൈം ഞാൻ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പൊ ട്രാവലിങ്ങിൽ എന്തായാലും നമ്മൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വണ്ടി ബാച്ചായോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവർക്കും നടക്കുന്ന പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്തും നടക്കില്ല. പക്ഷെ നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് റഷി പോവാനിരുന്നതാണ്. റഷി പോയില്ല. അവനിവിടെ ഉണ്ട്. ചിലപ്പോൾ ഇതിനു വേണ്ടിയായിരിക്കും അവനുള്ളത്. ഞങ്ങളെ കൊണ്ടൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പയ്യൻസ് നമ്മുടെ പയ്യൻസ് പൊളിയാണ് കേട്ടോ. ബാക്കി ഫുട്ടേജസ് ഒക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ എന്തായാലും കുറച്ച് ഫോട്ടോസ് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉള്ളതൊക്കെ കാണിച്ചു തരാം. നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നല്ല ആ ഒരു വൈദ്യുതിയുള്ള സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇതാണ് നമുക്ക് വിധിച്ചത്. നമ്മുടെ വണ്ടി റെഡിയാക്കാൻ ആൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നു. ശരിക്കുള്ള കംപ്ലൈൻറ്റ് ഞാൻ പറയട്ടെ.
പാളി ഗൈസ്. സംഭവം നമ്മുടെ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. വണ്ടീൻ്റെ വീൽ ക്യാപ്പ് ഒന്ന് പൊട്ടിയിട്ട് എല്ലാ സ്ക്രൂവും അഴിഞ്ഞു പോയി. അതിൽ നിന്ന് 2 സ്ക്രൂ മാത്രം ബാക്കിയുള്ള സമയത്താണ് വണ്ടി ഒരു ജേർക്കിംഗ് പോലെ നമ്മൾ വണ്ടി സൈഡാക്കി കണ്ടപ്പോഴാണ് ഭയങ്കര ഒരു വലിയ ഡേഞ്ചറിൽ നിന്നാണല്ലോ രക്ഷപ്പെട്ടതെന്ന് വിചാരിച്ചത്. കാര്യം 2 സ്ക്രൂവും ബാക്കിയുള്ള 2 സ്ക്രൂവും പോലെ ഭയങ്കര ലൂസായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് ട്രോളി വെച്ചിട്ട് ഇവിടെ ഈ ഷോപ്പിലേക്ക് എടുക്കേണ്ടി വന്നു. അത് തന്നെ ഒരു 14 കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു ഷോപ്പാണ്. വേറെ ആരും വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരെയുള്ളൊരു സ്ഥലം ചൂസ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും ഇതും ഒരു വലിയ ഒരു അനുഭവമാണ്. നമ്മുടെ കൂടുതൽ ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു വലിയ ആശ്വാസം. ഈ സംഭവം ഹാൻഡിൽ ചെയ്തത് ഋഷിയും റോഷിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. കാര്യം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങളുണ്ട് നമ്മൾ കാണിച്ചു തരാം. സോറിയടാ, അതിനാ ബ്ലൂടൂത്ത് കണക്റ്റഡ്. അപ്പോൾ നല്ല ഹരം കൊണ്ട് ഇവിടെ ഫോട്ടോ എടുത്ത റോഡൊന്ന് ക്രോസ് ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞില്ലേ മധുരയിലൊക്കെ പഠിച്ചതുകൊണ്ടാണ് മധുരൈ ടച്ച് ഫീല് സ്മെല്ല് ഒക്കെ ഇനി ഒരു നീറ്റ്നെസ് ഒന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഈ സിറ്റി സൈഡ് മാത്രമേ കോഴ്സ്. നമ്മളിവിടെ ജസ്റ്റ് കെയർ ചെയ്തതാണ്. അറിയത്തില്ല നല്ലതാണോ ഇതാണെന്ന്. എന്നാലും അവർ വിളിച്ചാൽ തിരിച്ചു പോകും. പൈസ വേണ്ട അല്ലേ ഇല്ലേ ഇല്ലേ ഇപ്പം പറഞ്ഞോ. 3 സെറ്റൊന്നും വേണ്ട. നാക്ക് 1 സെറ്റിനോട് 3 എണ്ണം ഉണ്ടാകില്ലേ? എന്നാ ഓക്കെ. നന്നെയുണ്ട് ഷെയർ ചെയ്തോളാം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. മറ്റേത് സംഭവം ഇഡ്ഡലി അത്ര വലിയൊരു സംഭവം ഇല്ല നമുക്ക്. ഒരു പുലാവ് പറഞ്ഞോ? ഒരു പുലാവ് പറഞ്ഞു. കൊച്ചു കൊമ്പനാനേ കൊമ്പനാനേ കുഞ്ഞിക്കണ്ണനാണേ കണ്ണനാണേ. മൈക്കും കിട്ടി. കളിക്കുട്ടനാണേ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് പണ്ട് ഏതോ ജയറാമിന്റെ ഫിലിമിൽ പറഞ്ഞില്ലേ, ഇഡ്ലിയല്ല ദോശയല്ല ദൊഡലിന്ന്. അതേപോലെ അതേ സൈസില് വലിയ സൈസിലൊരു ഇഡ്ലി. നോക്കി എൻ്റെ കയ്യിൻ്റെ അത്രയും സൈസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിച്ചു നോക്കട്ടെ.
ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്, വേണ്ടിയവർക്ക് എടുക്കാം. ചായ ടീ മിലേगा चाय बहुत टेस्टी है, നല്ല ടേസ്റ്റ്. എന്റെ ഇത് കിട്ടുന്നില്ല, നല്ല ടേസ്റ്റ്, അടിപൊളി. നമ്മൾ ആദ്യം കണ്ടപ്പോ ഇത് എന്ത് സൈസാണ്, എന്ത് വലുതാണെന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാ. നല്ല ടേസ്റ്റ്. എനിക്ക് മധുരയില് തിരിച്ചു പോയൊരു ഫീല്. ചട്നിയൊക്കെ അതേ ഫ്ലേവർ, അടിപൊളി. ഞാൻ തമിഴ്നാടൊരു വികാരം. ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഇങ്ങനെ ഇരുന്നാ കഴിക്കുന്നത്. എന്താന്ന് വെച്ചാൽ സ്റ്റാൻഡ് വെക്കാൻ ഇടവില്ല. പിന്നെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഒരു പരിപ്പ് കൂടെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. അപ്പൊ തെലുങ്കിലാണ് പറഞ്ഞത്, ഫുള്ള് മനസ്സിലായില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞു നമ്മുടെ കടയൊക്കെ വീഡിയോ എടുത്തിട്ടൊന്ന് എല്ലാവരോടും പറ, നിങ്ങളുടെ സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ ഇവിടെ തന്നെ ടൗണിൽ നിന്നൊക്കെ ആൾക്കാർ വാങ്ങാൻ വരുന്നുണ്ടെന്ന്. അത് പുള്ളി പറഞ്ഞു കറക്റ്റാണ് കേട്ടോ. ഞങ്ങൾ വന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റിനിടെ തന്നെ കുറേ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിയിട്ട് പോയി. താമസിക്കുന്നവരൊക്കെ വന്ന് വാങ്ങുന്നു തോന്നുന്നു. നല്ല ടേസ്റ്റ്. അത് വീട്ടിൽ നിന്ന് വിട്ടതായിരിക്കില്ലേ? ഹോസ്റ്റലിലോട്ട് അവിടുത്തെ മക്കളുള്ളത് നല്ല ടേസ്റ്റ് ആണോ? ചട്നിയാ? ജിസ്നെന്നാണ് വിളിക്കുന്നേ. എന്നെ വിളിച്ചൂടെ? വിളിച്ചു ചട്നി എന്നാണ് കേൾക്കുന്നത്. ഞങ്ങളങ്ങനെ വിജയകാന്ത് അന്തരിച്ചു. ഞങ്ങള് ഒരു കടത്തിണ്ടയിൽ ഇരിക്കുകയാണ് കേട്ടോ. നമ്മള് വണ്ടി കൊണ്ടുപോയ സ്ഥലം ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങൾ വിളിച്ചപ്പോൾ ഇനി എത്തിയില്ല. അതിങ്ങനെ പുള്ളിയതുകൊണ്ട് കൊണ്ടുപോവാണ് എന്ന് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കണം, വെച്ചു. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു സമയം കൊണ്ട് വേറെ എവിടെയെങ്കിലും നിയർ ബൈ സ്ഥലം നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൻ ലാൽബാഗ് ഗാർഡനിലേക്കും 45 മിനിറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഹെവി ട്രാഫിക്കിൽ 45 മിനിറ്റ്സ് തന്നെ ഒരു 1.5 മറ്റേ അവർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പം ഞാൻ ചോദിച്ചു ആ സമയം കൊണ്ട് എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെ ഫ്രീ ടൈമിലെല്ലാം ചെയ്യാൻ പറ്റും. ഞങ്ങൾ എല്ലാവരും എന്തായാലും ഒരു തംബ്നെയിലിനുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഈ ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഇത് December 28 എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് സംഭവിച്ചത് അറിഞ്ഞാ നിങ്ങൾ സംഭവം പറഞ്ഞ മെമ്മറബിൾ ആണോ? അയ്യോ, നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടെ. അതാണ് ഇപ്പോൾ ഇതുവരെ എത്തിയില്ല. ഞങ്ങൾ 6:30 മോർണിംഗ് 6:00 ആണ് സംഭവിച്ചത്. എന്നിട്ടും വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ സമയം 10 മണിയായിട്ടോ. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഷോപ്പിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. വേറെ വഴിയില്ല. പക്ഷേ ഫുഡൊക്കെ നല്ലതായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോകുമെന്ന് നോക്കിയപ്പോൾ ക്യാബിൽ നോക്കിയപ്പോൾ 2000 രൂപ. എന്നിട്ട് ജസ്റ്റ് 1 hour അപ്പാർട്ടാണ്. എങ്കിലും ഇവിടെ പിന്നെ തൊട്ടാൽ പൊള്ളുന്ന റേറ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ കുത്തിയിരിക്കാന്ന് വെച്ചു. അപ്പോൾ നല്ലൊരു ബർത്ത്ഡേ മെമ്മറി എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. നടു റോഡിൽ നിന്നൊരു കേക്കും കൂടെ കട്ട് ചെയ്താലോ? ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. കരിക്ക് കട്ട് ചെയ്താലോ?
അവിടെ ഒരു കരിക്ക് കിടക്കും. ആ എന്തെങ്കിലും കട്ട്. ഞങ്ങള് രാവിലെ തന്നെ നമ്മുടെ നന്ദി ഹിൽസ് ഇനി പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവോന്ന് പോലും അറിയില്ല. എന്താന്ന് വെച്ചാൽ ആ ഒരു വൈബ് മാറിയിട്ടുണ്ടാവും. പക്ഷെ whatever നമ്മള് നോക്കാം. നമ്മള് അവർ വന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ വിശേഷങ്ങൾ. എല്ലാരും കടത്തിണ്ടയിലാണ്. ഉറങ്ങേണ്ടി വരുവാടോ? കടത്തിണ്ടയിൽ ഉറങ്ങുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങളങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ച് ലാൽബാഗ് പോവാണ് കേട്ടോ. ഇതുണ്ട് നിങ്ങൾക്ക് ട്രാഫിക്. ഇതാണ് പ്രശ്നം പോവാൻ. ഇതില് നോ 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 കടിക്കാത്ത ലാൽബാഗ്. ഞങ്ങൾ അവസാനം ലാൽബാഗിലേക്ക് വന്നു. ബാഗിൽ എന്തെങ്കിലും വെച്ചോ? നമ്മള് ലാൽബാഗിലേക്ക് വന്നു. കുറച്ച് ടൈം എടുക്കും നമ്മുടെ കാറൊന്ന് റെഡിയാവാൻ. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് സമയം ഒരു 2-2.5 മണിക്കൂർ എന്തായാലും സ്പെൻഡ് ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ലാൽബാഗ് ഒന്ന് കണ്ടിട്ട് ഒക്കെ വരാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. അടിപൊളി. പക്ഷേ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇത് എൻജോയ് ചെയ്യണോ എൻജോയ് ചെയ്യണ്ടെന്നുള്ളൊരു ഇത്. എല്ലാവരും ഒരു ന്യൂട്രൽ അടിച്ചിരിക്കുന്ന പോലെ എല്ലാവരും ഒരു അപ്പോൾ ഓക്കെ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പറയാം. അപ്പം ഇന്നത്തെ മെയിൻ പരിപാടി ഞങ്ങൾ നന്ദി ഹിൽസ് ആയിരുന്നു. എന്തായാലും നന്ദി ഹിൽസ് എന്നുള്ള പ്ലാൻ മാറ്റി നാളത്തേക്കാക്കി. നോക്കാം കേട്ടോ. നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഊട്ടി റോസ് ഗാർഡൻ പോയപ്പോൾ ഒരു സ്പ്രിംഗ് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് അധികം ഉണ്ടാവില്ല. ഇവിടെയും വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ വന്നപ്പോൾ എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വന്നു. പക്ഷേ ബാംഗ്ലൂരിൻ്റെ ഒരു പ്ലസ് ഞാൻ കണ്ടത് ക്ലൈമറ്റാണ്. നല്ല പ്ലീസിങ് ക്ലൈമറ്റ് ഉണ്ട്. നല്ല തണുപ്പാണെങ്കിൽ തണുപ്പുണ്ട്, ഒരു ഇച്ചിരി ചൂടുമുണ്ട്. മൊത്തത്തിൽ ക്ലൈമറ്റ് അടിപൊളി. പക്ഷെ സിറ്റി മൊത്തത്തിൽ വൃത്തികേടാണ്. നമുക്കൊന്ന് ഫ്രഷ് ആവണം. എന്ന് ഫ്രഷായിട്ട് എല്ലാം ഒന്ന് സെറ്റായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം. അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ റോഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഉണ്ട് കേട്ടോ. മലയിലൊക്കെ അതെ 3x ഇട്ട് നോക്കട്ടെ. കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് അത്യാവശ്യം കാണാൻ. അപ്പോൾ നമ്മളൊന്ന് രാവിലെ ഇറങ്ങിയത് കൊണ്ട് എല്ലാവരും ഡള്ളാണ്. ഒന്ന് മറ്റേ ഒന്ന് ടോയ്ലറ്റിലൊക്കെ കയറി ഫ്രഷായിട്ടൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ ലാൽബാഗ് ഗാർഡനിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. കാര്യം രാവിലെ മുതൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഫ്രഷായി. അപ്പം ഞാൻ ലാൽബാഗ് എപ്പിസോഡായിട്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ എന്തായാലും ചെയ്യാം. ഇപ്പോൾ ഇന്ന് നമ്മുടെ നമ്മുടെ കാറ് പയ്യന്മാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടീൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ലാൽബാഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളും കൂടെ വരുമല്ലോ. സഡൻലി ഒരു പ്രശ്നം വരുമ്പോൾ കുറച്ച് ഡള്ളാവുമെങ്കിലും
പക്ഷെ ഇല്ല, ട്രിപ്പ് ബാക്ക് ടു ട്രിപ്പ് മൂഡ് വരണം. നമ്മുടെ ജീനയുടെ ഫേസിൽ ഒരു ഡള്ള് കണ്ട മൊത്തം ട്രിപ്പും ഡള്ളാവും. അപ്പൊ ഇന്ന് ജീന സങ്കടമായിപ്പോയി. എന്താ പക്ഷെ ജീനോട് പറഞ്ഞപ്പോ ജീന കറക്റ്റ്. കാരണം ഇത് എല്ലാ ഞങ്ങളെ കാണാൻ പോലും പറ്റില്ലായിരുന്നു. അത് വണ്ടി കണ്ട് സൈഡ് ആകാതെ ജർക്കിംഗ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നന്ദി ഹിൽസിലോട്ടുള്ള ഓഫ് റോഡ് ചിലപ്പോ കേറിയാല് നമുക്കൊന്നും പണിയിട്ട് വരും. അപ്പൊ എന്തായാലും നമ്മള് ലാൽബാഗ് ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാം. അത്രയൊക്കെയാണ്. നമ്മുടെ ഒരു ചെറിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ചെറിയതല്ല, അത്യാവശ്യം വലിയ അപകടത്തിൽ നിന്ന് അത്രയേ ഉള്ളൂ. കാരണം അത് വലിയ രീതിയിൽ ഡേഞ്ചർ ആണ്. കാര്യം വീല് അലൈൻമെന്റ് മാറിയിട്ട് പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്തു. വലിയ ഡ്രിഫ്റ്റ് അല്ല, നമ്മള് നൈസായിട്ട് കൊണ്ടുവന്ന് സൈഡാക്കി. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ പുള്ളി ചെയ്ത് പോവാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതായിരുന്നു. അങ്ങനത്തെ ഒരു ആക്സിഡന്റ് നടക്കേണ്ടതായിരുന്നു. അപ്പൊ അത് അൽഹംദുലില്ലാ ഉപ്പയുടെ ഉമ്മന്റെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ ഇവിടെ നമ്മുടെ പയ്യൻസ് വന്നിട്ട് നമ്മുടെ കാറിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ കുറച്ചൊക്കെ കാണിച്ചു തരാം. നമ്മൾ എന്തായാലും അവിടെ നിന്നും കാറിന്റെ കുറെ ഫൂട്ടേജ് എടുക്കുന്നുണ്ട്. അപ്പൊ യെസ്, അവര് വന്നിട്ട് കാണാം കേട്ടോ.